സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവവചനത്തിൽ നിന്ന് ജ്ഞാനവും ആത്മീയ വളർച്ചയും നേടാനായി നമുക്ക് ഒരുമിച്ചിരിക്കാം. അതെ, ഇന്ന് നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിലെ ഒരു ഗംഭീര വാക്യമാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായും. റോമർ 11-ാം അധ്യായം 33-ാം വാക്യം. ദൈവത്തിന്റെ ആ അളവില്ലാത്ത ജ്ഞാനത്തെയും അറിവിനെയും കുറിച്ചുള്ള പൗലോസിന്റെ ഒരു അത്ഭുത പ്രഘോഷണം തന്നെയാണത്. ശരിയാണ്. നമുക്ക് അതിന്റെ ഒരു ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, അപ്പൊ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. റോമർ 11:33. ഹാ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ വിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ഈ വാക്കുകളിലെ ആ ഒരു വിസ്മയം, അല്ലേ? അതെ അതെ, അത് ശ്രദ്ധേയമാണ്. അതെ അതെ, ഇതൊരു വെറും പ്രസ്താവനയല്ല, പൗലോസിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. ഇതിന് തൊട്ടുമുൻപുള്ള അധ്യായങ്ങൾ ഓർക്കണം. റോമർ 9, 10, 11. അവിടെ പൗലോസ് എന്താ ചെയ്തത്? ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ പദ്ധതി, പിന്നെ വിജാതീയരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുണ, ഇതൊക്കെ വിശദീകരിക്കുകയായിരുന്നു. സങ്കീർണമായ കാര്യങ്ങൾ. അതെ, ആ വലിയ ചിത്രം കണ്ടിട്ട് ദൈവത്തിന്റെ മനസ്സിന്റെ ആ ഒരു അപാരത ഓർത്ത് ശരിക്കും സ്വയം അറിയാതെ വരുന്നൊരു അത്ഭുത സ്തോത്രമാണിത്. ശരിയാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് അതൊന്നും മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. ആ തിരിച്ചറിവിൽ നിന്നുള്ള ഒരു പ്രതികരണം, ഒരു കടലിന്റെ അറ്റത്ത് നിൽക്കുന്ന പോലെയെന്ന് പറയാം, അല്ലേ? അത് തന്നെ. ആ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും പിന്നെ ആ ധനം എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെയൊക്കെ ആഴം അത് അളക്കാൻ പറ്റില്ല, അത്ര അഗാധമാണ്. ആ ധനം, ജ്ഞാനം, അറിവ്. അതിലെ ധനം എന്ന് പറയുമ്പോൾ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറും പണമോ സ്വർണമോ അല്ലല്ലോ. അല്ല, ആ ധനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ, കരുണ, ക്ഷമ, അതിന്റെയെല്ലാം ഒരു അളവില്ലാത്ത സമ്പന്നതയാണ്, ഒരു നിധി പോലെ. ഓഹോ. പിന്നെ ജ്ഞാനം, അത് വെറും ബുദ്ധിയല്ല, ഏറ്റവും നല്ല വഴി, ശരിയായ വഴി കണ്ടെത്താനുള്ള അവന്റെ കഴിവ്. ശരി. അവന്റെ അറിവോ, അത് വെറും വിവരങ്ങളല്ല, എല്ലാ കാര്യങ്ങളും, എല്ലാ ഹൃദയങ്ങളെയും, എല്ലാ സാധ്യതകളെയും ഒരേ സമയം അറിയുന്ന ഒരു പൂർണ്ണമായ ഗ്രാഹ്യം. അപ്പൊ ഈ മൂന്നും ചേരുമ്പോ അതൊരു ഭയങ്കര ആഴമുള്ള ഒന്നായി മാറുന്നു. അതെ. എന്നിട്ട് അടുത്ത ഭാഗം നോക്കൂ. അവന്റെ വിധികൾ അപ്രമേയവും വഴികൾ അഗോചരവും. അതായത് അവന്റെ തീരുമാനങ്ങൾ, അവന്റെ പ്രവർത്തന രീതികൾ, അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് പരിശോധിക്കാനോ അല്ലെങ്കിൽ മുൻകൂട്ടി കാണാനോ സാധിക്കില്ല എന്ന്. ശരിയാണ്. അപ്രമേയം, അഗോചരം, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു അസ്വസ്ഥത തോന്നാം. ദൈവം ഇത്ര നിഗൂഢനാണെങ്കിൽ എങ്ങനെയാ നമ്മൾ അവനിൽ ആശ്രയിക്കുക, പ്രത്യേകിച്ചും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ? നല്ല ചോദ്യമാണ്. പക്ഷെ അവിടെയാണ് വിശ്വാസത്തിന്റെ ഒരു പ്രസക്തി വരുന്നത്, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ദൈവം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരുന്നെങ്കിൽ അപ്പൊ പിന്നെ ദൈവം എവിടെ? ശരിയാണ്, നമ്മൾ ദൈവത്തെ ചെറുതാക്കുകയാവും ചെയ്യുന്നത്. അതെ, ഈ നിഗൂഢത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മളെക്കാൾ എത്രയോ വലിയവനാണെന്നാണ്. അവന്റെ ചിന്തകൾ നമ്മുടേതിനേക്കാൾ എത്രയോ ഉന്നതമാണ്. യെശയ്യാവിൽ പറയുന്ന പോലെ. അതുതന്നെ. അപ്പോ അവന്റെ വഴികൾ നമുക്ക് മനസ്സിലായില്ലെങ്കിലും ആ വഴികൾ നടത്തുന്നവൻ, അവൻ വിശ്വസ്തനാണ്, അവൻ സ്നേഹമാണ് എന്ന തിരിച്ചറിവിലാണ് നമുക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുക. നമ്മൾ കാണുന്നതിനേക്കാൾ വലിയൊരു ചിത്രം അവൻ കാണുന്നുണ്ട്. അവന്റെ പ്ലാൻ അത് വലുതാണ്. അപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെപ്പോലും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവത്തിൽ ആശ്രയിക്കുക, അതാണോ പൗലോസ് പറയുന്നത്? കൃത്യമായി. ഈ എന്തുകൊണ്ട് എന്ന ചോദ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും ആര് എന്നതില്, അതായത് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക, അതാണ് പ്രധാനം. വിശ്വാസം അവിടെയാണ് സജീവമാകുന്നത്. അതെ. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും, ഓരോ വളവും തിരിവും, അതൊക്കെ അവന്റെ അറിവോടെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ വഴി മനസ്സിലായില്ലെന്ന് വരും, പക്ഷെ അവൻ നമ്മളെ നന്മയിലേക്ക് നടത്തുന്നു എന്നുള്ള ഒരു ഉറപ്പ്. ആ ഉറപ്പ് നമ്മെ വിനയത്തിലേക്കും പിന്നെ ആരാധനയിലേക്കും നയിക്കണം. തീർച്ചയായും. മനസ്സിലായതുകൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നത്, അല്ല, മറിച്ച് ഇതെല്ലാം അറിയുന്ന, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആ വലിയവനെ നമ്മൾ അറിയുന്നതുകൊണ്ട്, അവനിലുള്ള ആ ഭയഭക്തി, അതെ, ആ ദൈവജ്ഞാനത്തിലുള്ള ശരണം, അതുതന്നെയാണ് നമ്മുടെ ബലം. നമുക്കൊരു നിമിഷം ആ ഒരു ഭയഭക്തിയോടെ അവന്റെ ആ ആഴമേറിയ ജ്ഞാനത്തെ ഓർത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ജ്ഞാനത്തിന്റെ അപാരതയും അറിവിന്റെ ആഴവും കണ്ടു വിനയപ്പെട്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരുന്നു. അങ്ങയുടെ വഴികൾ ഞങ്ങളുടെ ഗ്രാഹ്യത്തിനപ്പുറമാണ്. അങ്ങയുടെ വിധികൾ ശോധന ചെയ്യാനാവാത്തതാണ്.
എന്നിട്ടും അങ്ങയുടെ അനന്തമായ മഹത്വത്തിൽ അങ്ങ് ഞങ്ങളെ കാണുന്നു, ഞങ്ങളെ അറിയുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ഭയഭക്തിയോടെ നോക്കുന്നു, അങ്ങയുടെ മനസ്സിന്റെ സമ്പത്തിൽ അത്ഭുതപ്പെടുന്നു. ഞങ്ങൾ കളനിർത്താൻ കഴിയാത്തത്ര ആഴമുള്ള ഒരു നിധി. അങ്ങയുടെ വഴികൾ കണ്ടെത്താനും ഞങ്ങളുടെ പരിമിതമായ കാഴ്ചപ്പാടോടെ അങ്ങയുടെ പദ്ധതികളെ മനസ്സിലാക്കാനും ഞങ്ങൾ പലപ്പോഴും ശ്രമിക്കുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്നാൽ ഇന്ന് മനസ്സിലാക്കാനുള്ള ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ സമർപ്പിക്കുകയും എല്ലാം ഒരുമിച്ച് നിർത്തുന്നവനിൽ ആശ്രയിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ ആരാഞ്ഞുകൂടാത്ത വഴികൾ ഓർമ്മിപ്പിക്കുന്നത് അങ്ങ് ഒരിക്കലും അപ്രതീക്ഷിതമായി പിടിക്കപ്പെടുന്നില്ല എന്നാണ്. ഞങ്ങളുടെ ആശയക്കുഴപ്പത്തിൽ, ഞങ്ങളുടെ വേദനയിൽ, ജീവിതത്തിന്റെ വളവുകളിലും തിരിവുകളിലും ഞങ്ങൾ കാണുന്നതിനേക്കാൾ വലിയൊരു കഥ അങ്ങ് നെയ്യുകയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ആശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. അങ്ങയുടെ സ്നേഹത്തിന്റെ ഭാരം ഞങ്ങൾക്കനുഭവിക്കാനിടയാകട്ടെ. എല്ലാ ഉത്തരങ്ങളും വേണമെന്ന് നിർബന്ധിക്കാത്ത, എന്നാൽ അങ്ങയിൽ വിശ്രമിക്കാൻ ഞങ്ങളെ ക്ഷണിക്കുന്ന സ്നേഹം. ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ ഹൃദയത്തിനും, ചോദ്യങ്ങളുമായി മല്ലിടുന്ന ഓരോ ആത്മാവിനും ഗ്രാഹ്യത്തെ കവിയുന്ന അങ്ങയുടെ സമാധാനം നൽകണമേ. അങ്ങയുടെ ജ്ഞാനം മതിയായതെന്നും ഞങ്ങൾ മനസ്സിലാക്കാത്ത താഴ്വരകളിലൂടെയാണെങ്കിലും അങ്ങയുടെ പാതകൾ തികഞ്ഞതാണെന്നുമുള്ള ഉറപ്പിൽ ഞങ്ങളെ പുതിയണമേ. പിതാവേ, ഈ പരിപാടി കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഉയർത്തുന്നു. സംശയമുള്ളയിടത്ത് വിശ്വാസവും, നിരാശയുള്ളയിടത്ത് പ്രത്യാശയും, ഭയമുള്ളയിടത്ത് ആശ്രയവും ഉണർത്തിക്കൊണ്ട് അങ്ങയുടെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ. ദൈവമേ, അവരെ അങ്ങയോടടുപ്പിക്കണമേ. അങ്ങയുടെ സമ്പത്തിന്റെ ആഴം, അങ്ങയുടെ കൃപ, അങ്ങയുടെ കരുണ, അങ്ങയുടെ അവസാനിക്കാത്ത സ്നേഹം അവർക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ. നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നവർക്ക് അങ്ങാണ് വഴിയെന്ന് കാണിച്ചു കൊടുക്കണമേ. തളർന്നവർക്ക് അങ്ങയുടെ ശക്തിയായിരിക്കണമേ. ഉത്തരം തേടുന്നവർക്ക് മതിയായവനായ അങ്ങയെ കണ്ടെത്താൻ ഇടയാകട്ടെ. അങ്ങയുടെ അപ്രമേയമായ മഹത്വത്തിലുള്ള ഭയഭക്തിയിൽ ഒന്നായി, ആരാധകരുടെ ഒരു സമൂഹമായി ഞങ്ങളെ ബന്ധിക്കണമേ. ഇതെല്ലാം ഞങ്ങൾ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അനുഭവങ്ങളുമൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് everyday@gmail.com എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അളവറ്റ കൃപയും ദൈവപിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സമാധാനവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും കൂടെയുണ്ടായിരിക്കട്ടെ. ആമേൻ.